ക്രിസ്തു ഒരു മഹാത്ഭുതമാകുന്നു. അവിടുത്തെ ആളത്വത്തെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരൊക്കെ നിരാശപ്പെട്ടിട്ടുണ്ട്. കാരണം അവൻ ഒരുപോലെ ദൈവവും മനുഷ്യനുമാകുന്നു. അവിടുത്തെ ശക്തിയുടെയും ആളത്വത്തിൻ്റെയും തികവ് കാണിക്കുന്നതാണ് അവൻ്റെ മേലുള്ള ആത്മാധിവാസം. നമുക്കത് ചിന്തിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ കർത്തൃത്വത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മാനവജാതിക്ക് മാനുഷിക രാജത്വങ്ങളുടെ അരാജകത്വവും പരാജയങ്ങളും ദിനംപ്രതി ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും. അത്യുന്നതനായവൻ്റെ ആ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല എന്ന് തിരുവചനം പറയുന്നു. ഒരു നാളും നശിച്ചു പോകാത്ത ആ രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും പ്രത്യേകതകളാണ് യെശയ്യാപ്രവചന പുസ്തകം 11-12 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അത് ശ്രദ്ധിക്കാം. യെശയ്യാപ്രവചനം 10 അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഇസ്രായേലിൻ്റെ ശത്രുവായ അശൂരിൻ്റെ കയ്യിൽ നിന്നും യഹൂദയും ഇസ്രായേലും വിടുവിക്കപ്പെടുന്നതും അന്ത്യനാളിൽ ഇസ്രായേൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നിന്നും വിടുവിക്കപ്പെടും എന്നുമുള്ള പ്രവചനത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു നിർത്തിയത്. ഇന്ന് 11-12 അധ്യായങ്ങൾ നാം പഠിക്കുവാൻ പോവുകയാണ്. ഒരു പുതിയ ഭരണത്തിന് കീഴിലേക്ക് ഈ യഹൂദജനം പ്രവേശിക്കുന്നത് 11 അധ്യായത്തിൽ നാം കാണുന്നു. 11 അധ്യായത്തിൻ്റെ വിഷയം രാജാവിൻ്റെ ശക്തിയും ആളത്വവും രാജ്യത്തിൻ്റെ ഉദ്ദേശവും പരിപാടിയുമാണ്. യെശയ്യാപ്രവചനം 7 അധ്യായത്തിൽ തുടങ്ങിയ പ്രവചനത്തിൻ്റെ തുടർച്ചയാണ് 11 അധ്യായത്തിലും നാം കാണുന്നത്. 12 അധ്യായത്തിൽ ഇത് അവസാനിക്കുന്ന ഒരു നിര പ്രവചനമാണ് നാം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യഹൂദ രാജാവായിരുന്ന ആഹാസിൻ്റെ വാഴ്ചക്കാലത്ത് നൽകപ്പെട്ട ഈ പ്രവചനങ്ങൾക്ക് തുടർമാനമായ ഒരു പുരോഗതിയുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളിൽ ന്യായവിധിയുടെ ഒരു സമയത്തെ നാം കണ്ടു. കർത്താവ് ഇതിനെ മഹാപീഡനം എന്ന് വിളിച്ചു. 11 അധ്യായം തിരുവചനത്തിലെ മശിഹായെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നത്രേ. കർത്താവായ യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്നതിനായി വരുന്നതിനെക്കുറിച്ചും തൻ്റെ പരിപാടികളെക്കുറിച്ചുമാണ് ഈ 11 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ ആളത്വവും ശക്തിയും 1 വാക്യത്തിൽ നാം കാണുന്നു. യെശയ്യാപ്രവചനം 11 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള. ഈ പ്രയോഗം രസകരമായി തോന്നുന്നില്ലേ? ദാവീദിനെ ഇവിടെ പരാമർശിക്കുന്നില്ല, മറിച്ച് ദാവീദിൻ്റെ പിതാവിനെയാണ്, അതായത് ഇശായിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ദാവീദിൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞാലും അത് ദാവീദിൻ്റെ വംശാവലിയാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതെന്താ ഒരുപാട് പഠിക്കാനിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. എന്നാൽ എന്തുകൊണ്ടായിരിക്കും യെശയ്യാവ് ഇശായിയെ വരെ പുറകോട്ട് പറഞ്ഞു പോയത്? അതിനൊരു കാരണം കാണുമില്ലേ? ദാവീദിനെ പറഞ്ഞാൽ പോരായിരുന്നോ? അതെ, രാജവംശം ആരംഭിക്കുന്നത് ദാവീദ് മുതലാണ്. ഇശായി ഒരു സാധാരണ കർഷകനായിരുന്നു. ഒരു ആട്ടിൻപറ്റത്തിൻ്റെ ഉടമയായി ബേത്ലഹേം എന്ന ചെറിയ പ്രദേശത്ത് പാർത്തിരുന്ന ഒരു സാധാരണക്കാരൻ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോഴേക്കും ദാവീദിൻ്റെ വംശം സാധാരണക്കാരൻ്റെ ആ നിലയിലേക്ക് മാറിപ്പോയിരുന്നു എന്ന് നമുക്ക് കാണാം. യേശുക്രിസ്തു ഒരു തച്ചനായിരുന്നുവല്ലോ. അതുകൊണ്ട് യെശയ്യാവ് വളരെ സൂക്ഷ്മത്തോടെ പറയുകയാണ്, മുള പുറപ്പെടുന്നത് ഇശായിയുടെ കുറ്റിയിൽ നിന്നും ആകുന്നു എന്ന്. വെറും സാധാരണക്കാരൻ. മുള എന്നത് ജീവനുള്ള ഇതളിനെ കാണിക്കുന്നു, ബഡ്. ഇത്
രണ്ടാം പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ മുള എന്ന പ്രയോഗം നാം കാണുന്നത്. ആദ്യത്തേത് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. കർത്താവിന് നൽകിയിട്ടുള്ള വിവിധ പേരുകളിൽ ഒന്നാണ് ഈ മുള എന്നുള്ളത്. ഇനിയും 2-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേലുള്ള 7 വിധ ആത്മാധിവാസത്തെയാണ് ഈ വാക്യം വിശദീകരിക്കുന്നത് എന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് അവൻ്റെ ശക്തിയുടെയും ആളത്വത്തിൻ്റെയും 7 പൂർണ്ണതകൾ, തികവുകൾ ഇതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമതായി യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിൻ്റെ ആത്മാവ്, 3 വിവേകത്തിൻ്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിൻ്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. ബൈബിളിൽ 7 എന്ന സംഖ്യ പൂർത്തീകരണത്തെ കുറിക്കുന്നതാകണം എന്നില്ല. ഈ സംഖ്യയുടെ പ്രഥമമായ അർത്ഥം പൂർണ്ണത അഥവാ തികവ്, നിറവ് എന്നൊക്കെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എഫേസ്യ ലേഖനത്തിലും 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ എന്ന് പ്രബോധിപ്പിക്കുന്നു. ആത്മനിറവുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് നാം വായിക്കുന്നു. 1, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിൽ ആത്മാവിൻ്റെ ശക്തിയിലാണ് മുന്നേറിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും വരുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ഭരണം നടത്തുവാൻ പോകുന്നു. അതെ, ആ ആത്മാവാണ്. 2, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവർ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം ആയിത്തീർന്നു എന്ന് നാം വായിക്കുന്നു. എനിക്കും താങ്കൾക്കും ഈ ജീവിതത്തിൽ ശരിയായ നേതൃത്വവും നടത്തിപ്പും നൽകാൻ കഴിവുള്ളവൻ ക്രിസ്തു മാത്രമാണ്. അവിടുത്തെ ആ ജ്ഞാനം അതാണ് നമ്മെ നടത്തുന്നത്. ഇന്നത്തെ ഈ ലോകം നമുക്കൊട്ടും ചേരുന്നതല്ല. ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ നമ്മെ വീഴിക്കുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ അവന് യാതൊരു കുറവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. എന്നാൽ എല്ലായ്പ്പോഴും പിശാച് നമ്മിൽ എന്തെങ്കിലുമൊക്കെ കുറവ് കണ്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് കർത്താവിനുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ആ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന് നാം കാണുന്നു. 3-ാമതായി വിവേകത്തിൻ്റെ ആത്മാവ്. ആത്മീയ വിവേചനത്തെയാണ് ഇത് കാണിക്കുന്നത്. മിക്കവാറും ക്രിസ്തീയ വിശ്വാസികൾ ആത്മീയ വിവേചനാശക്തി ഇല്ലാത്തവരാകുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. തികച്ചും മാനുഷികമായ നിലയിൽ പ്രകടനം നടത്തുന്ന ചില വ്യക്തികളെ ചിലർ അന്ധമായി അനുഗമിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. താങ്കളും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ളവരുടെ മുഖം കണ്ടോ, ആളിൻ്റെ സ്വരം കേട്ടോ, ആളിൻ്റെ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ, ആളിൻ്റെ പദവി കണ്ടതുകൊണ്ടോ ഇങ്ങനെയാണ് പലരും അവരെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെ പറയുന്ന ആൾ ദൈവവചനത്തിന് നിരക്കുന്നതാണോ എന്ന് നമ്മുടെ ആളുകൾ വിവേചിക്കാറില്ല. ദൈവമക്കൾക്ക് വിവേകത്തിൻ്റെ ആത്മാവ് വളരെ ആവശ്യമായിരിക്കുന്നു. എക്കാലത്തെക്കാളും ഇന്ന് അത് വളരെ ആവശ്യം തന്നെയാണ് എന്ന് ഞാൻ പറയട്ടെ. എല്ലായ്പ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയവും അതുതന്നെയാണ്, വിവേചനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ ആരെന്നും ദൈവത്തിന് വേണ്ടി നിൽക്കാത്തവർ ആരെന്നും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിപാടി ഏതെന്നും മനുഷ്യൻ്റെ പരിപാടി ഏതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്.
സ്വന്തം പേരും സ്വന്തം സംഘടനയും സ്വന്തം കുടുംബവും ഉയർത്തുവാൻ തത്രപ്പെടുന്നവരെ നാം തിരിച്ചറിയണം. എവിടെയാണ് നാം നമ്മുടെ സമയവും സമ്പത്തും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ കഴിവുകളും ഒക്കെ ചെലവഴിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. കാരണം അതൊക്കെ നമ്മുടേതാണ്. നാം അതിൻ്റെ കണക്ക് കൊടുക്കണം ദൈവത്തിന്. അതുകൊണ്ട് എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇന്ന് ആളുകളെ വശീകരിക്കുവാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവരിൽ കണ്ടാലും ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടാണോ അവർ ശുശ്രൂഷിക്കുന്നത്, അവർ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. യേശു എന്നും ദൈവമെന്നും സ്തോത്രമെന്നും ഹല്ലേലൂയ എന്നും പറയുന്നവരെല്ലാം വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കില്ല. ഈ വിവേചനം നമുക്കുണ്ടാകേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നാലാമതായി അവനിലുണ്ടായിരുന്നത് ആലോചനയുടെ ആത്മാവ് എന്ന് നാം വായിക്കുന്നു. നമുക്കെല്ലാവർക്കും ആലോചന ആവശ്യമാണ്, കൗൺസിലിംഗ്, ഉപദേശം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പോലും ആരോടും ആലോചന ചോദിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യരോട് അവൻ ഒരിക്കലും ആലോചന ചോദിച്ചിട്ടില്ല, മറിച്ച് അവൻ ആലോചന നൽകുകയായിരുന്നു. അഞ്ചാമതായി ബലത്തിൻ്റെ ആത്മാവ് എന്ന് നാം വായിക്കുന്നു. അതെ, ശക്തി, അത് നമുക്ക് എത്രയോ ആവശ്യമായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം എന്നത്ര. ഫിലിപ്പി ലേഖനം 3:10 പ്രിയ സുഹൃത്തെ, നമുക്കും ഈ ശക്തി വളരെ ആവശ്യമാണ്. ആറാമതായി പരിജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപരിജ്ഞാനം എന്നാണ്. ജ്ഞാനത്തെക്കാൾ കൂടിയതാണത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയുവാൻ സാധിക്കുന്നതായ ഒരു അവസ്ഥയാണ്. ഒടുവിലായി ഏഴാമതായി യഹോവ ഭക്തിയുടെ ആത്മാവ്. 6ഉം 7ഉം ദൈവവചനം ക്രമമായി പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നത്രേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സദൃശവാക്യങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ദുഷ്ടൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെക്കുറിച്ചാണ്. അത് തെറ്റിദ്ധരിക്കണ്ട, പിശാചിനെക്കുറിച്ച് തന്നെയാണ്. മഹാപീഡനകാലം ഭൂമിയിലെ അവൻ്റെ വാഴ്ചയുടെ ദിനങ്ങളാണ്, പിശാചിൻ്റെ, സാത്താൻ്റെ. മാനുഷിക രീതിയിൽ പറഞ്ഞാൽ ആ കാലത്ത് ലോകത്തിന് യാതൊരു വിടുതലുമില്ല. ഇസ്രായേൽ പോലും ആ കാലത്ത് കരഞ്ഞ് വിലപിക്കും. എന്നാൽ വടക്ക് നിന്നോ തെക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ സഹായം വരികയില്ല. എന്നാൽ സഹായം വരുന്നത് ഉയരത്തിൽ നിന്നായിരിക്കും. ആ സമയത്ത് മശിഹ വരികയും തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം ഈ ലോകത്തിന് ഒരു ഭരണാധികാരിയെ ആവശ്യമായിരിക്കുന്നു. ലോകം അവന് വോട്ട് നൽകിയിട്ടില്ല, ലോകം അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, അവർ അങ്ങനെ വോട്ട് നൽകുകയുമില്ല, തിരഞ്ഞെടുക്കുകയുമില്ല. എന്നാൽ സർവശക്തനായ ദൈവം അവന് വോട്ട് നൽകിയിട്ടുണ്ട്. ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം അവൻ്റെ പക്ഷത്താണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റേതായതുകൊണ്ട് ദൈവം അവനെ ഭൂമിയുടെ ഭരണാധികാരിയാക്കി. അവൻ ന്യായം വിധിക്കുവാൻ പോകും. ഒരു നീണ്ട കേസ് വിസ്താരത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒടുവിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് വളരെ ഭയാനകമായിരിക്കുകയും ചെയ്യും. 2 ന്യായവിധികൾ ഉണ്ടായിരിക്കും. ഒന്ന് വിശ്വാസികൾക്കും മറ്റൊന്ന് അവിശ്വാസികൾക്കും. ദൈവത്തെ വിശ്വസിക്കുന്നവർക്കും ദൈവത്തെ തള്ളിക്കളയുന്നവർക്കും പ്രത്യേകമുള്ള ന്യായവിധിയായിരിക്കും. മഹാപീഡനത്തിൻ്റെ തുടക്കത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുത്തും. പിന്നീട് 1007 വർഷങ്ങൾക്ക് ശേഷം
ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിന് മുൻപാകെ നഷ്ടപ്പെട്ട പാപികൾക്കുള്ള ന്യായവിധിയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അന്ന് എന്നിലും നിങ്ങളിലും മറഞ്ഞിരിക്കുന്നതെല്ലാം അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. എത്ര വലിയ വെളിച്ചമായിരിക്കും അത്! അത് വളരെ ഭയാനകം കൂടിയാണ്. 5-ാം വാക്യം നോക്കിക്കാട്ടെ. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും. നീതിയും വിശ്വസ്തതയുമാണ് നമ്മുടെ കർത്താവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ. നീതിയുടെയും ന്യായത്തിൻ്റെയും ഭരണം കൊണ്ടുവരിക എന്നതും ആദാമിന് നഷ്ടപ്പെട്ട ആധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതുമാണ്. ഇനിയും രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് 6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. 6-ാം വാക്യത്തിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. കർത്താവ് ഭൂമിയിൽ വാഴുന്ന നാളിൽ പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് കിടക്കും. ഇന്ന് അവ ഒരുമിച്ച് കിടക്കണമെങ്കിൽ ഈ പശുക്കിടാവ് സിംഹത്തിൻ്റെ വയറ്റിൽ കിടക്കണം, അല്ലാതെ സാധിക്കില്ല. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്ന് ഇത് നമുക്ക് തമാശയായി തോന്നുന്നു, അല്ലേ? സിംഹം വൈക്കോൽ തിന്നില്ലെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? കൂർമ്മ ബുദ്ധിയുള്ള ഒരു വേദാധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, താനൊരു സിംഹത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നുവെങ്കിൽ അതിനെ പുല്ല് തീറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന്. ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലായില്ലേ? സിംഹത്തെ ഉണ്ടാക്കിയവന് സമയം വരുമ്പോൾ അതിനെ പുല്ല് തീറ്റിക്കാനും കഴിയും എന്നത്ര ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിഗണിക്കേണ്ടതുണ്ട്. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഭൂലോകം മുഴുവനും ഈ ഭരണത്തിന് കീഴിലായിരിക്കും. രാജ്യത്തിൻ്റെ പരിപാടിയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. 10-ാം വാക്യം, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഈ വാക്യത്തിൻ്റെ താക്കോൽ അന്നാളിൽ എന്ന പദപ്രയോഗമാണ്. ഇത് മഹാപീഡന കാലത്തോടെ ആരംഭിച്ച് രാജ്യത്തിൻ്റെ ഒടുവിൽ വരെ തുടരും. ജാതികൾക്ക് സഹസ്രാബ്ദ രാജ്യത്തിൽ ഒരു പങ്കുണ്ടായിരിക്കും. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു പങ്കുണ്ടായിരിക്കും. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. ഇസ്രായേൽ ജാതിയെ കർത്താവ് വീണ്ടും വാഗ്ദത്ത നാട്ടിൽ യഥാസ്ഥാനപ്പെടുത്തും എന്നാണ് ഇവിടെ പറയുന്നത്. മോശെ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുകയും യോശുവ അവരെ ആ വാഗ്ദത്ത ദേശത്ത്, കനാൻ ദേശത്ത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ 1-ാം തവണ അവർ അവിടെ കനാനിൽ താമസമാക്കി. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഈ കൊടി? അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അന്ന് വിനയവും താഴ്മയും ഉള്ളവരുടെ ആശാകേന്ദ്രം അവനായിരിക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നത് അന്നായിരിക്കും. അതാകുന്നു ദൈവത്തിൻ്റെ പദ്ധതി, അതാകുന്നു അവൻ്റെ പരിപാടി. അവൻ അത് നിവർത്തിക്കും. ഇനി 16-ാം വാക്യം നോക്കിക്കാട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും.
അശൂർ മുതൽ മിസ്രൈം വരെയുള്ള ഒരു വലിയ രാജപാതയുണ്ടാകും എന്നാണ് സക്രിയ പ്രവചനം 14 അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇനിയും നാം തുടർന്ന് 12 അധ്യായം നോക്കുവാൻ പോവുകയാണ്. 12 അധ്യായം വായിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിലെ, അതായത് 1000 ആണ്ട് വാഴ്ചയിലെ ആരാധനയാണ് ഈ 12 അധ്യായത്തിലെ പ്രധാന വിഷയം. 7 അധ്യായത്തിൽ തുടങ്ങിയ പ്രവചന പരമ്പര 12 അധ്യായത്തിൽ അവസാനിക്കുന്നതായി നമ്മൾ നേരത്തെ കണ്ടല്ലോ. തൻ്റെ ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയോടെയാണ് ഇത് ആരംഭിച്ചത്. ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു ആളത്വപരമായി ഭരണം നടത്തുന്നതിനെക്കുറിച്ചുമാണ് 11 അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും 12 അധ്യായത്തിൽ മഹാപീഡനം കഴിഞ്ഞ് ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും അടങ്ങിയിരിക്കുന്നതായി നാം കാണുന്നു. ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നതായും സ്തോത്രഗാനങ്ങൾ ആലപിക്കുന്നതായും നാം കാണുന്നു. ഇസ്രായേലിനെ ഇപ്പോൾ നാം കാണുന്നത് വിലാപമതിലിങ്കലല്ല, ദൈവാലയത്തിലാണ്. ഇന്നവർ വിലാപമതിലിങ്കലാണ്. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ പ്രവചനപ്രകാരം അവർ വാഗ്ദത്ത നാട്ടിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയം എത്തിയിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണത്. ഈ ചെറിയ അധ്യായം ഒരു സങ്കീർത്തനം പോലെയാണ് 12 അധ്യായം. വാസ്തവത്തിൽ ഇതൊരു കീർത്തനം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ആഭരണം, ഒരു ജ്വല്ലറി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്തപരവും നേരിട്ടുമുള്ള ഭരണത്തിൽ ആയിരിക്കുന്ന ഒരു ജനതയുടെ ആരാധനയാണ് ഇവിടെ നാം കാണുന്നത്. തങ്ങളെ സൃഷ്ടിക്കുകയും തങ്ങളെ രക്ഷിക്കുകയും ചെയ്തതിനാൽ വീണ്ടെടുക്കപ്പെട്ട ഹൃദയങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ശുദ്ധമായ നിർമ്മലമായ ആരാധനയാണിത്. ഭൂമിയിൽ നിന്നും ശാപം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ആരാധനയ്ക്ക് ഇത് നല്ലൊരു സന്ദർഭമായിരിക്കുന്നു. കാരണം സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ നന്മ പ്രകടമായിരിക്കുന്നു. ഞാനും നിങ്ങളും ഇങ്ങനെയൊരു നന്മ ഒന്നിലും കണ്ടിട്ടില്ല. കാരണം ശാപം ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇത് പൂർണ്ണമായും നീങ്ങി ഭൂമി തികച്ചും വ്യത്യസ്തമാകുന്നതാണ്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടെടുപ്പിനായി യഹോവയെ സ്തുതിക്കുന്നതാണ് നാം ആദ്യം കാണുന്നത്. 12 അധ്യായത്തിൻ്റെ 1 വാക്യം നമുക്ക് നോക്കാം. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവയെ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇതാ അന്നാളിൽ എന്ന പ്രയോഗം നാം ഇവിടെ കാണുന്നു. അന്നാളിൽ മഹാപീഡനത്തിൻ്റെ ആരംഭം മുതൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന സഹസ്രാബ്ദ രാജ്യം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഈ അന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നാം പല പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. ഈ വാക്യം വ്യക്തമാക്കുന്നത് പാപത്തിൻ്റെ രാത്രി കഴിഞ്ഞ് വീണ്ടെടുപ്പിൻ്റെ പകൽ വന്നു എന്നത്രേ. ഇസ്രായേൽ ജാതി മഹാപീഡനത്തിൻ്റെ ഭയങ്കര രാത്രിയിൽ കൂടി കടന്നിരിക്കുന്നു. ഇപ്പോൾ പ്രകാശം വന്നിരിക്കുന്നു. പീഡനകാലം കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ ആ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അവർ കടന്നിരിക്കുന്നു. അതെ, ഇത് ആരാധന അർപ്പിക്കാനുള്ള സമയം തന്നെ. സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ പ്രത്യേകത ശുദ്ധമായ സന്തോഷമാണ്. ഇനി 2 വാക്യം നോക്കാം. 12 അധ്യായത്തിൻ്റെ 2 വാക്യം. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ശ്രദ്ധിച്ചാലും യഹോവ രക്ഷ തന്നു എന്നല്ല അവർ പറയുന്നത്, പിന്നെയോ യഹോവ തന്നെ രക്ഷയായിരിക്കുന്നു എന്നാണ്. രക്ഷ ഒരു വ്യക്തിയാണ്, അതൊരു പരിപാടിയല്ല, അതൊരു വ്യവസ്ഥിതിയോ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ അല്ല. രക്ഷ ഒരു വ്യക്തിയാണ്, കർത്താവായ യഹോവ, അതെ, കർത്താവായ യേശുക്രിസ്തു. രക്ഷയ്ക്കായി അവർ അവനെ സ്തുതിക്കുകയാണ്. 3 വാക്യം നോക്കിക്കാട്ടെ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഉറവുകൾ സമൃദ്ധിയെ കുറിക്കുന്നു, നിറവിനെ. അവൻ്റെ രക്ഷ ഹൃദയത്തിൽ തൃപ്തിയും സന്തോഷവും സമൃദ്ധിയും നൽകുന്നു. സഹസ്രാബ്ദ വാഴ്ച വലിയ സന്തോഷത്തിൻ്റെ സമയമായിരിക്കും.
തനിക്ക് സ്വന്തമായവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നാം സന്തോഷമുള്ളവരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കുള്ള രക്ഷ സന്തോഷിക്കുന്നതിനും അവനെ ആരാധിക്കുന്നതിനും നമുക്ക് കാരണമായിരിക്കുന്നു. ഈ സന്തോഷം നമുക്കില്ലാതെ അവനെ സാക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. യഹോവയെ അവൻ്റെ സൃഷ്ടിപ്പിനെ ചൊല്ലി സ്തുതിക്കുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 4-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ. അന്നാളിൽ എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതിനെക്കുറിച്ച് താങ്കൾക്ക് ഇനി സംശയമില്ലല്ലോ. ഒരുപാട് പ്രാവശ്യം ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞു. അതെ, അത് സഹസ്രാബ്ദത്തെ കുറിക്കുന്നു. ദിവസത്തിൻ്റെ പ്രകാശമുള്ള ഭാഗം. കർത്താവിൻ്റെ നാൾ പൊട്ടി വിടരുന്നത് പാപത്തിൻ്റെ രാത്രിയോടെയാണ്. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടെയാണല്ലോ. എന്നാൽ പഴയ നിയമത്തിൽ ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തോടെയാണ്. 30-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലം സന്തോഷത്തിൻ്റെ പ്രഭാതവും രക്ഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നതിനായുള്ള സമയവുമാണ്. അതുമാത്രമല്ല, സൃഷ്ടിതാവ് എന്ന നിലയിൽ ദൈവത്തിന് നന്ദി പറയേണ്ട സമയവുമാണ് ഈ സഹസ്രാബ്ദ വാഴ്ചക്കാലം. അവൻ്റെ മഹത്വവും നിരന്തരവുമായ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ പ്രസിദ്ധമാക്കത്തക്കവണ്ണം അവൻ്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്. അവൻ്റെ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിപ്പിലെ പ്രവൃത്തി മാത്രമല്ല, താൻ ചെയ്യുന്നതെല്ലാം ഉൾപ്പെടുന്നു. അന്നാളിൽ നിങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് പറയും. അതെ, യഹോവയ്ക്ക് ഹല്ലേലൂയ പാടുവീൻ എന്ന്. 5-ാം വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. 6 ദിവസത്തെ തൻ്റെ സൃഷ്ടിപ്പിൽ കർത്താവ് സൃഷ്ടിപ്പിൽ പ്രവൃത്തി തികച്ചു. എന്നിട്ട് അവൻ നോക്കി, അവൻ പറഞ്ഞു, സകലതും നല്ലത്. ദൈവം നല്ലത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. പാപം ഇതിനെ താറുമാറാക്കിയെങ്കിലും പൂർണ്ണമായ ഒരു രക്ഷ ദൈവം നമുക്ക് ഒരുക്കി തന്നു. നാം ഇതിന് നന്ദി പറയണോ? തീർച്ചയായിട്ടും. പക്ഷികളുടെ പാട്ടും പൂക്കളുടെയും മരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയും ഇതൊക്കെ താങ്കളെ ആകർഷിക്കുന്നില്ലേ? ഭൂമി പാപത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇപ്പോഴും ഇത് സുന്ദരമാണ്. ശാപം നീങ്ങുമ്പോൾ ഇതെത്ര സുന്ദരമായിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കുക. ദൈവത്തിന് സ്തുതി പാടുവാൻ ഇന്ന് മാത്രമല്ല, അന്നും എന്നും നമുക്ക് അവസരമുണ്ട്. ഒടുവിലത്തെ വാക്യം കൂടി നോക്കാം. 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കിയാൽ ഘോഷിച്ചുല്ലസിപ്പീൻ. വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളുടെ അന്തരംഗത്ത് നിന്നും ഉയരുന്ന സ്തുതിയാണിത്. പാവം സൃഷ്ടിക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. അല്ല, ഈ ഹല്ലേലൂയ കൊടുക്കുന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രാജ്യത്വം മുഴുഭൂമിയുടെയും സ്വസ്ഥതയുടെ ദിനങ്ങളായിരിക്കും. തൻ്റെ രാജ്യത്തിൽ പങ്കാളികളായിരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യമുള്ളവരാകും.